തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ഹോം വോട്ട് സൗകര്യം അർഹരായവർക്ക് ലഭിക്കുന്നില്ല എന്ന് പരാതി. മലപ്പുറം പൂക്കോട്ടൂർ വില്ലേജിലെ 9 ബൂത്തുകളിലായി 35 ഭിന്നശേഷിക്കാരായ വോട്ടർമാരാണ് ഇത്തവണ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ പ്രയാസം നേരിടുന്നത്. പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയത്. എന്നാൽ മലപ്പുറം മണ്ഡലത്തിലെ പൂക്കോട്ടൂർ വില്ലേജിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ AVPD ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ 35 ഭിന്നശേഷിക്കാർക്കാണ് ഹോം വോട്ടിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടത്. വോട്ട് ചെയ്യുന്നതിനായി ആവശ്യമായ സമ്മതപത്രവും വിരലടയാളം പതിപ്പിച്ച രേഖകളും BLOമാർ വഴി ശേഖരിച്ച് കൃത്യസമയത്ത് തന്നെ വില്ലേജ് ഓഫീസിൽ എത്തിച്ചിരുന്നതായി ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾ പറയുന്നു. പിന്നീട് നിർദ്ദേശപ്രകാരം ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റുകളും BLOമാർ വഴി സമർപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ഹോം വോട്ട് ആപ്പിൽ നോക്കുമ്പോൾ അവരുടെ അപേക്ഷകൾ നോട്ട് അപ്രൂവ്ഡ് എന്നാണ് കാണിക്കുന്നത്. ഇങ്ങനത്തെ കുട്ടികളെ എങ്ങനെ അവിടെ കൊണ്ടുപോയി നമ്മൾ ചെയ്യും? പിന്നെ കിടപ്പിലെടുക്കണ ഉമ്മയുണ്ട്, കണ്ണ് കാണാതെയൊക്കെ നിൽക്കണ, എടുത്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയാത്ത ഉള്ള അമ്മയാണ്. അപ്പം ഓർക്കും ഇങ്ങനെ ഒരു അവകാശം കിട്ടിയേക്കുകയാണെങ്കിൽ വീട്ടിൽ ചെയ്യാം. നമുക്ക് 2 വോട്ട് ഇപ്പം ഇത് ഇങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 വോട്ട് ചിലപ്പോൾ അവിടെ നഷ്ടമാവും. മകളാണ്, സുഖമില്ലാത്ത കുട്ടിയുടെ കാര്യം, ഒന്ന് 75% ഭിന്നശേഷിക്കാരിയാണ്. അപ്പോൾ ഇതുപോലെ വോട്ട് ഇപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാവുമെന്ന് വീട്ടിൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ പ്രൂഫോടെ VL വന്നെടുത്തിരുന്നു. പക്ഷേ പിന്നെ ഒന്നും വരില്ല. ഇപ്പോൾ പറഞ്ഞു വോട്ടില്ലാന്ന് പറയുന്നുണ്ട്. സ്വന്തമായിട്ട് വോട്ട് ചെയ്യാൻ കഴിയൂല, സംസാരിക്കാനും അറിയില്ല, നടക്കാനൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. അത് എല്ലാവരും അവകാശമാണ് ഇപ്പോൾ ചെയ്യണമെന്നുള്ളത്. ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ 35 ഭിന്നശേഷിക്കാരും പുറത്താണ്. വോട്ടവകാശം വിനിയോഗിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം.